ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ തനീഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു. കാരണം അമ്മായിയുടെ മഴയല്ലേ പെയ്തത്. മഴയും ഇടിയും കാറ്റും അങ്ങനെയെല്ലാം ഒരു പേമാരി തന്നെ നമുക്ക് തന്ന്. ഇന്നലെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നല്ലോ, ചൂടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, പക്ഷേ കറണ്ടില്ല. ഇതാ വോൾട്ടേജ് നല്ല കുറവാണ്. കറണ്ട് വന്നും പോയും കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വെള്ളമൊക്കെ ഉണ്ട്, അതിനെക്കൊണ്ട് സമാധാനം. പിന്നെ ഞാൻ നല്ല മസാല ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഴക്കല്ലേ, അപ്പോൾ ബാൽക്കണിയിൽ പോയിട്ട് ഇതൊന്ന് നല്ലോണം ആസ്വദിച്ച് കുടിക്കാമല്ലോ. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഇഞ്ചി, ഏലക്ക, ഗ്രാമ്പൂ, കറാമ്പട്ട അതൊക്കെ ഇട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ച്, പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ ഒരു കപ്പ് പാലും അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം അത്. എന്നിട്ട് എന്നതിന് ശേഷം പാലൊക്കെ ഒഴിച്ചാൽ മതി. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി. ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിലുണ്ട്, അപ്പം അതൊന്നും എല്ലാവരും കാണണം. അങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഈ ജഗ്ഗിലും ഫ്ലാസ്കിലൊക്കെ ചായയും വെള്ളമൊക്കെ ആക്കി ഞാൻ ടേബിളിൽ കൊണ്ടുവെക്കും. അപ്പോൾ പിന്നെ ആ ജോലി അവിടെ തീർന്നല്ലോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ അടിച്ചു വെച്ചതായിരുന്നു ഇഡ്ഡലിക്ക്. അപ്പം ഇഡ്ഡലി ഇന്ന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചട്നി ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ തമ്പിട്ടിക്കും. അതൊരു ടാസ്ക് തന്നെയാണ്. രാവിലെ എണീറ്റാൽ എന്തുണ്ടാക്കണം, എന്ത് കറി വെക്കണം എന്നുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ ദോശയ്ക്ക് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ച്. ഉരുളക്കിഴങ്ങുണ്ടായപ്പോൾ ഞാൻ ഇതുണ്ടാക്കി മസാല ദോശ ആക്കാൻ വിചാരിച്ച്. അപ്പം ഇതിൻ്റെ മസാലകളൊക്കെ ഞാൻ ആക്കി കഴിഞ്ഞു കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ആക്കൽ. ഈ ദോശയും മസാല ചായയും മസാല ദോശയും മസാല ചായയും കോംബോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ടി അങ്ങനെ ആക്കിക്കണം. പക്ഷേ തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ ചൂടോടാകുമ്പം കുഴപ്പമില്ല. ഇവർക്ക് എല്ലാവരും ഇഷ്ടമൊക്കെ കഴിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും ഞാനായിട്ട് പറയില്ല. അങ്ങനെ അതൊക്കെ അവർക്ക് കൊടുത്ത്. പിന്നെ എൻ്റെ മോൻ പറഞ്ഞ് എനിക്ക് മഴയല്ലേ, ബാൽക്കണിയിൽ നിന്നിട്ട് തിന്നണമെന്ന് പറഞ്ഞ് അതൊക്കെ ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഈ വാഴൻ്റെ ഇലയിലൊക്കെ മറിഞ്ഞ് നിൽക്കുകയാണ് ആൾ. അങ്ങനെ പിന്നെ മോളെ പരിപാടിയൊക്കെ എടുത്തത് അടിച്ച് വാരൽ, തൊടിക്കൽ, അങ്ങനെയൊക്കെ അത് അവളുടെ ജോലിയാണ്. അപ്പം നല്ലൊരു ആശ്വാസമാണ് അവൾ അതെടുക്കുമ്പോൾ. എനിക്കത് പിന്നെ കിച്ചൺ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. എൻ്റെ കിച്ചണിലാണ് ഞാൻ ഈ വാഷ് മെഷീൻ ഇട്ടത്. കാരണം എനിക്ക് ഇത് മുകളിലായിരുന്നു ഉള്ളത്, പക്ഷേ എനിക്കിങ്ങനെ കയറി ഇറങ്ങാനും പറ്റാത്തതുകൊണ്ട്. കാരണം ഇതിലിങ്ങനെ ഒരു തുടച്ചു കൊടുക്കൊക്കെ വേണം, വെള്ളം വന്നില്ലെങ്കിലൊക്കെ പ്രശ്നമാണ്, സ്റ്റക്കായി പോവും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇട്ടിട്ട് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലാത്തതിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പരിപാടിയിലൊക്കെയാണ്. പിന്നെ ഇതാ ഈ ബംഗാളീനെ എനിക്കൊന്ന് മലയാളിയാക്കി എടുക്കണം. അവരെല്ലാം എൻ്റെ മോനാണ് കേട്ടോ. അവൻ്റെ ചെറുപ്പത്തിലുള്ള ആധാർ കാർഡാണ്. അപ്പോൾ അക്ഷയെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത്. മോന് +1 ഇനി കുറേ നൂലാമാലകളുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അങ്ങനെ പുതിയ ആധാർ കാർഡ് എടുക്കാനുള്ള ഫോട്ടോ എടുക്കലോ, പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പല ഇതുണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ചുറ്റുപാടിലാണ് കേട്ടോ. എല്ലാ അക്ഷയയിലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, അധികം കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഇനി 16-ാം തീയതി മുതൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.